ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ സിംഗപ്പൂർ ചീര, വേലിച്ചീര എന്നൊക്കെ പറയും. നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു തരം ചീരയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ച ചീരയിട്ടും ചെയ്യാം. പാലക്കല്ല, സാധാരണ നാടൻ പച്ച ചീരയിട്ടും ചെയ്യാം. ഇത് ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക, ചെറുതായിട്ട് അരിഞ്ഞ്. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ കാന്താരി മുളക് തന്നെ വേണം. തേങ്ങ, കാന്താരി മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കടുക് വറക്കാൻ കടുക്, വറ്റൽ മുളക്, ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം, വട്ടത്തിലരിഞ്ഞത്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത് പിന്നെ തേങ്ങ, മഞ്ഞൾ, തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. തോരനായതുകൊണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിലേക്ക് കാന്താരി, ഞാൻ പറഞ്ഞല്ലോ കാന്താരിയാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് വ്യത്യാസം. ഒരു നുള്ള് ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തു. ഇനി ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ വറ്റൽമുളകും കടുകും, നമ്മൾ സാധാരണ തോരനൊക്കെ കടുക് വറക്കുന്ന പോലെ വറ്റൽമുളകും കടുകും ഇട്ട് കടുകൊന്ന് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് വട്ടത്തിയിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട്, ചെറിയ ഉള്ളി ചുമക്കുകയൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് വഴണ്ടാൽ മതി. ചെറിയ ഉള്ളിയും കൂടെ അതിലേക്ക് ഇടണം. പിന്നെ സാധാരണ തോരനിൽ നിന്നൊരു ടേസ്റ്റ് വ്യത്യാസം ഇതുകൊണ്ടാണ്. കാന്താരി മുളക് ഇട്ട് തന്നെ വേണം ഇത് വെക്കാൻ. ചെറിയ ഉള്ളിയും കാന്താരി മുളകുമാണ് ഇതിൻ്റെ പ്രത്യേകത. നാട്ടിലൊക്കെ ഇതിന് വേലിച്ചീര എന്നും പറയും. ഞാൻ മറ്റേ സാധാരണ ചീരയിട്ടും ഉണ്ടാക്കാം. അതൊന്ന് വഴണ്ട് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ ചീര. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പച്ച ചീരയാണ് ഇത്, പ്രത്യേക ടേസ്റ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞ ചീരയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചെറിയ ഉള്ളിയും ഇലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇലയായതുകൊണ്ട്, നല്ല കിളുന്ന ഇലയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പ്, ശകലം ഉപ്പ് പൊടിയും വെതറി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, കാന്താരി മുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അത് ഇതിനകത്തോട്ടൊന്നിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ടിളക്കിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഇതിന് വറ്റൽ മുളക് വേണ്ട, നമ്മൾ മുളക് അരയ്ക്കുന്നില്ല. കാന്താരി മുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് പ്രത്യേകത. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ആ ഇല വേകാനുള്ള സമയം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കണം. ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ തോരനിൽ നിന്നും ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. താങ്ക് യു.